തളിപ്പറമ്പിന്റെ ഹൃദയഭാഗം കത്തിയമർന്നതോടെ ജനം മുൾമുനയിൽ നിന്നത് 3 മണിക്കൂറോളമാണ്. വൈകുന്നേരം 5 മണിയോടെ നഗരത്തിലെ തിരക്കേറിയ സമയത്താണ് തീ പിടിച്ചത്. ആദ്യം മാക്സ്ക്രോ എന്ന ചെരുപ്പ് കടയിലാണ് തീ പടർന്നത്. തീ ആളിപ്പടരുന്നതിന് മുൻപ് തന്നെ കെട്ടിടത്തിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടതോടെ വലിയ ദുരന്തമാണ് ഒഴിവായത്. എങ്കിലും ബസ് സ്റ്റാൻഡിന് സമീപത്തെ KV കോംപ്ലക്സിലെ 3 കെട്ടിടങ്ങളാണ് കത്തിച്ചാമ്പലായത്. ഒരു കെട്ടിടം പൂർണ്ണമായും 2 കെട്ടിടങ്ങൾ ഭാഗികമായും കത്തി നശിച്ചു. 60 കടകളും അതിലെ സാധനങ്ങളും ചാമ്പലായി. അപകടം നടന്ന ഉടനെ തന്നെ തളിപ്പറമ്പിലെ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് 2 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ എത്തിയെങ്കിലും ആളിപ്പടർന്ന തീയുടെ ഒരു അംശം പോലും അണയ്ക്കാനായില്ല. ഇതിനിടെ ഞൊടിയിടയിൽ മറ്റ് 2 കെട്ടിടങ്ങളിലേക്കും തീ പടരുകയും ചെയ്തു. പിന്നാലെ പൊട്ടിത്തെറിയുമുണ്ടായി. 8 അഗ്നിരക്ഷാ യൂണിറ്റുകൾ ഉൾപ്പെടെ 12 യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. ഇതിൽ 2 കുടിവെള്ള ലോറികളും ഉൾപ്പെടുന്നുണ്ട്. ഫയർ എഞ്ചിനുകളിലെ വെള്ളം തീർന്നപ്പോൾ കുടിവെള്ള ലോറികളിലാണ് വെള്ളം എത്തിച്ച് നിറച്ചത്. തളിപ്പറമ്പിലെ 2 യൂണിറ്റിനു പുറമെ കണ്ണൂർ, പയ്യന്നൂർ, മട്ടന്നൂർ, പെരിങ്ങോം ഫയർ യൂണിറ്റുകളും കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് ഫയർ യൂണിറ്റുകളും എത്തിയതോടെ 8 മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമായത്. തീപിടുത്തത്തിൽ ഗ്രൗണ്ട് ഫ്ലോറും 3 നിലകളുള്ള കെട്ടിടവുമാണ് പൂർണ്ണമായും കത്തിത്തീർന്നത്. ഇവിടെ ചെരുപ്പ്, വസ്ത്രം, കളിപ്പാട്ടം, പലചരക്ക്, സ്റ്റീൽ പാത്രങ്ങൾ, കഫേ ഉൾപ്പെടെയുള്ള നിരവധി കടകളാണ് പ്രവർത്തിച്ചിരുന്നത്. അതേസമയം കഫേയിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് കരുതുന്നത്. വൈകുന്നേരമായതിനാൽ ബസ് സ്റ്റാൻഡിൽ 100 കണക്കിന് ആളുകളാണ് ബസ് കാത്തു നിന്നിരുന്നത്. തീപിടുത്തമുണ്ടായതിന്റെ മുൻഭാഗം ഹൈവേയും ബസ് സ്റ്റാൻഡുമായതിനാലും വൈകുന്നേരമായതിനാലും നിരവധി പേരാണ് ഈ പ്രദേശത്തുണ്ടായിരുന്നത്. തീ പിടിച്ചതോടെ ബസ്സുകൾ തൃച്ചംബരം ക്ഷേത്രത്തിന് സമീപത്തു നിന്നും തിരിച്ചുവിട്ടു. അതേസമയം ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ വന്നതോടെയും തീയും പുകയും ഉയർന്നതോടെയും യാത്രക്കാർ വലഞ്ഞു. തീ പിടിച്ചതോടെ നഗരത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. മറ്റ് പല വഴിക്കും തിരിച്ചുവിട്ടെങ്കിലും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായില്ല. ഇതിനിടെ തീ പടർന്നതറിഞ്ഞ് സ്ഥലത്തേക്ക് വലിയ ജനക്കൂട്ടം ഒഴുകിയെത്തിയതോടെ പോലീസിന് നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, അഗ്നിരക്ഷാ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് അഗ്നിരക്ഷാ സേന, KCB തുടങ്ങിയ വകുപ്പുകൾ അന്വേഷണം നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്.